ഗുഡ് മോർണിംഗ്. ദേ പിന്നെയും കോളപ്പുറ പാലം. ഇവനെന്ത് കോളപ്പുറ പാലത്തെ കൈവശം കൊടുത്തോന്ന് പറഞ്ഞാൽ കൈപ്പോയല്ലോ. അതെ, ഈ നമ്മുടെ പാരാമൗണ്ട് പിക്ചേഴ്സൊക്കെ അല്ലേ നമ്മുടെ ഇംഗ്ലീഷ് പടമൊക്കെ പിടിക്കുന്നത്, അവരുടെ എല്ലാ പടത്തിൻ്റെയും തുടക്കത്തിൽ ഇങ്ങനെ ഒരു മലയുടെ പശ്ചാത്തലത്തിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ കണക്ക് ഞങ്ങൾ ഈ മൂലമറ്റം വഴിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ഇൻട്രോ കോളപ്പുറ പാലത്തിൽ, അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സൺഡേ റൈഡ് എങ്ങോട്ടാണ് പോകണത്? ഞാനും ബേവസാറാണ് ഉള്ളത്. ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ജില്ലാ തലസ്ഥാനത്ത് പോയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ റൈഡ് ഇടുക്കിക്ക് പോവാം. കാട്ടിലൂടെ അങ്ങനെ വാതേ. അപ്പോൾ നമുക്ക് പുറപ്പെടാം. വേണമെങ്കിൽ ഇനി 1 മണിക്കൂർ നേരത്തെ പുറപ്പെടാം. കമോൺ. ഞാൻ എപ്പോഴും ഓർക്കും പറയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ശരിക്കും ഈ ഇടുക്കി ഡാം പ്രോജക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ ജലസമൃദ്ധിയോ നമ്മുടെ തൊടുപുഴ, മൂവാറ്റുപുഴ ഈ പ്രദേശങ്ങളുടെ ഒരു കോലം എങ്ങനെയായി പോയായിരുന്നു? ഒന്നും ഉണ്ടാവില്ല, വരണ്ട കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് മൂലമറ്റം പവർ പ്രൊജക്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വെള്ളമാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതി വരെ പിറവത്തുനിന്ന് പമ്പ് ചെയ്യുന്നത് ഈ വെള്ളത്തിൽ നിന്നാണ്. ആ ഒരൊറ്റ പ്രോജക്റ്റ് നമ്മുടെ ഈ മധ്യ കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 4 ജില്ലയ്ക്ക് കുടിവെള്ളം, കേരളം മൊത്തം വൈദ്യുതി. അതെ 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 അതെ, വണ്ടർ. അതുകൊണ്ട് എത്ര തവണ ഇതിൽ വന്നാലും ഈ ഭംഗി കാണുമ്പോൾ ഇവിടെ നിൽക്കാതിരിക്കാൻ തോന്നുകയല്ല കേട്ടോ. നോക്കി എന്താ സംഭവം, പെയിൻറ്റിങ് പോലെയാണ് അല്ലേ? അതെ. സാറേ, 1ാം വളവ്. ഇനി വഴിയാ പൂഞ്ചിറ വെല്ലൊന്നും വിളിക്കണ്ട. അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് വെച്ചേക്കാം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച നമ്മൾ ഉപ്പൂന്ന് വഴി ഇങ്ങനെ കയറി കയറ്റം കയറി പോയി കറങ്ങി വന്ന വീഡിയോ കണ്ടില്ലേ? പക്ഷേ അന്നത്തെ ടെമ്പറേച്ചർ അല്ല കേട്ടോ ഇന്ന്. ഇന്ന് സൂപ്പർ ടെമ്പറേച്ചർ, സൂപ്പർ. ആ ശരിയാ, ആക്ച്വലി എനിക്കും ഇന്നലെ ഒരു സൈക്കിളുകാർക്കും ഇവിടെ നമസ്കരിക്കാതെ മുമ്പോട്ട് പോകാനാവില്ല. ഉള്ളതുകൊണ്ട് അതാണ്. പക്ഷെ കയറില്ല, പാളയുമില്ല, നമ്മളെങ്ങനെ വെള്ളം കോരും? കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങളുടെ ബൈക്കേഴ്സിന്റെ കോട്ടയം കുമളി? അതെ അതെ, കോട്ടയം കുമളി ടൂർ ഓഫ് തേക്കടി കഴിഞ്ഞ ആഴ്ച ഈ വഴി വന്നത്. 150 കിലോമീറ്റർ. അന്നത്തെ ആവേശത്തിന് വീണ്ടും ഒരിക്കൽ. പക്ഷെ അന്ന് നിങ്ങൾ പോകുമ്പോഴേ നിങ്ങൾ ഈ ടൈം ലിമിറ്റിൽ ഇങ്ങനെ പാഞ്ഞു കയറി പോവുക. അന്ന് റേസായിരുന്നു. റേസാ. പക്ഷേ റേസിൽ കാഴ്ച കാണാൻ പറ്റത്തില്ല. അതെ അതെ അതെ, ബസ് കയറി വന്നേക്കും. അയ്യടാ, ഇന്ന് റിലാക്സ് ചെയ്ത് പയ്യെ കണ്ടു. റിലാക്സ് ചെയ്ത് ഇന്നാണ് നമ്മൾ ശരിക്കും ഒരു ടൂർ മൂഡിൽ വരുന്നത്. അതെ അതെ, ഈ റാലിക്ക് വരുമ്പോഴേ നമ്മളൊരു വ്യഗ്രതയിലാണ്, സമയബന്ധിതമാണ്. റേസ് കാറ്റഗറി ആയിരുന്നു. അപ്പം സമയത്ത് ഫിനിഷ് ചെയ്യേണ്ടതൊന്നും നമ്മുടെ കാഴ്ചകൾ നിങ്ങൾ 150 കിലോമീറ്റർ അല്ലേ? ഈ മൂലമറ്റത്തുനിന്ന് കുളമാവിന് ഇടുക്കിക്ക് കയറുമ്പോൾ 12 ഹെയർപിൻ ബെൻഡാണ് ഉള്ളത്.
അതിലിപ്പോൾ 4 നമ്മൾ കയറി. എണ്ണിക്കൊണ്ട് കയറിക്കോ. 5 ഇവിടുന്നാണെങ്കിൽ നമ്മൾ മല തിരിഞ്ഞ് അപ്പുറത്തേക്ക് പോകാം. അതെ. വെയിൽ മൂത്തൂട്ടോ നല്ല ഭംഗിയായിട്ട്. അയ്യോ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. കാട്ടിലേക്ക് ഒരുമിച്ച് തണൽ കിട്ടുമായിരിക്കും. അങ്ങനെ നമ്മൾ 12ാമത്തെ ഹെയർ പിൻ എത്തിയത്. ശാന്തി നികേതൻ കപ്പുച്ചിൻ ആശ്രമം. ഇതെന്താണ്? ഈ കെട്ടിയേക്കണ കൊടി ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലേ? നാടുകാണി പവലിയനിൽ വന്നപ്പോൾ ഗേറ്റേ കൂടെ കൊടിയും കെട്ടിയിട്ടുണ്ട്. അകത്ത് പ്രവേശനമില്ല. ഇതെന്താ സംഭവം? ഒരു പിടിയും കിട്ടില്ല. അടിപൊളി. മല കയറി കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു കേട്ടോ. അടിപൊളി. ചെറിയ തണുപ്പ് വെയിലുണ്ടെങ്കിലും സത്യത്തിൽ കേരളത്തിൻ്റെ കാടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈവിധ്യമല്ലേ. കട്ടപ്പന വണ്ടി. പാറമട. ഇനി നമ്മൾ ഇടുക്കി വരെ കാട്ടിലൂടെ എത്ര പതുക്കെ പോകാവോ അത്രയും പതുക്കെ കാട് കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോണേ. ഒരു ഫീലാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ എന്നാ വണ്ടിയെ പോയാലും ഇങ്ങനെ കാട് കണ്ടു പോകുന്നത് അല്ലേ? സൂപ്പർ. ഇഷ്ടായി. ആ വനസംഗീതം. പറയാ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ചുരുളി. ഗുഡ്.
തങ്കൻ ചേട്ടൻ്റെ അങ്ങോട്ടാ ചുരുളി. Yes. ചുരുളി സിനിമയുടെ ലൊക്കേഷൻ ഇല്ലേ, ആ പ്രദേശം എവിടെയൊക്കെ നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്ന് വിചാരിച്ചു. തങ്കൻ ചേട്ടൻ്റെ ഇത് മുഴുവൻ തള്ളി കയറണം അല്ലേ? ഇത് മുഴുവൻ തള്ളി കയറണം. ഇറക്കെന്ന് പറഞ്ഞ വഴിന്ന് പറഞ്ഞാൽ ശരിക്കും ചുരുളിയിലോട്ടുള്ള വഴി തന്നെയല്ലേ? തങ്കച്ചേട്ടൻ്റെ പറമ്പിൽ കുഴുത്താമെന്നല്ലേ റബ്ബറിന് കുഴി കൂട്ടാനായിട്ടാ? അങ്ങനെ കിടണ്ടടാ. ഇന്ന് ഇത് മുഴുവൻ തിരിച്ച് തള്ളിക്കയറ്റണമല്ലേ അരമണിക്കൂറിന് ഉള്ളില്? ആ ചുരുളിയുടെ ആംബിയൻസ് ഉണ്ട്. അതവിടെ ഇതെന്ന സ്ഥലം അല്ലേ? അവിടെ അല്ലായിരുന്നോ ഷാപ്പ്? ഒരു സിനിമ വരുത്തി വെച്ചത്. അതെ അതെ, മറ്റേ ജാഫർ ഇടിക്കുന്ന സൂപ്പർ സാധനമുണ്ട് ഇവിടെ. ശരിക്കും ആ സിനിമ പലവട്ടം കണ്ടതുകൊണ്ട് ഇവിടെ വരുന്നുണ്ടല്ലോ. ശരിക്കും നമുക്ക് ആ ഒരു ഫീലല്ലേ ശരിക്കും തോന്നണുണ്ട് റിയലി. അതെ കേട്ടോ സാറേ, ആ എന്നുള്ള സൗണ്ട് ഇല്ല, ആ സൗണ്ട് റിയലായിട്ട് നമുക്ക് കേൾക്കാം. ഓ കേട്ടോ, കേട്ടോ അത് വേഴാമ്പലാണോ മലമുഴക്കാണോ കേട്ടോ? അവരതിൻ്റെ അത് ഊന്ന് കൊടുത്തിരിക്കുന്നത് അല്ലേ? അല്ല, ഇത് ഈ സൗണ്ട് തന്നെ അതിനകത്ത് വരുന്നുണ്ട്. ഈ സെയിം സൗണ്ട് അവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവരിവിടെ വന്ന് താമസി ലൊക്കേഷനിൽ കിടന്ന് ഇവിടുത്തെ സൗണ്ടും വനത്തിലെ സൗണ്ടും കാര്യങ്ങളും എല്ലാം പഠിച്ചു. നീ കയറണേ? നീ കണ്ടിട്ടുണ്ടോ? നീ എന്നെ അറിയടാ? എടാ ബിനോയ് ഞാനാണ്. നീ ചുരുളിയുടെ ലൊക്കേഷനാ. ഇവിടെ വന്നു കഴിയുമ്പോൾ തെറി പറയാൻ പറ്റും, പക്ഷെ അത് തെറിയല്ല കേട്ടോ. അതാണ് യഥാർത്ഥത്തിൽ ആ പാലമില്ലേ, നിയമ സാംസ്കാരിക ബന്ധനങ്ങളുടെ ആ അതിർവരമ്പ് ഭേദിച്ചിട്ടുള്ള ആ പാലത്തിന് ഇക്കരെ അവനവൻ്റെ ആ തനി സ്വഭാവം ഉണ്ടല്ലോ മനുഷ്യൻ്റെ, അത് പ്രതിബിംബിക്കുന്ന ആ ഒരു മെസ്സേജാണ് ആ സിനിമയിലൂടെ എനിക്ക് മനസ്സിലായത്. അതാ ശരിക്കും അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഈ ലൊക്കേഷൻ കണ്ടെത്തി തന്നെ സമ്മാനിക്കണം. ഇവിടെ തെറി പറയാൻ മുട്ടുക, പക്ഷെ നമുക്ക് ചാനലിടാൻ നിർത്തിയില്ലല്ലോ. തങ്കം ഞാനാടാ. ഈ കയറ്റം മുഴുവൻ നമ്മൾ തള്ളി കയറ്റണല്ലേ? 2 കിലോമീറ്റർ ഭംഗിയായിട്ട് സൈക്കിൾ തള്ളണം. ആ തള്ളിക്കോ ചുരുളി. ഒന്ന് പോരല്ലേ? സത്യത്തിൽ ഇത്രയും സ്റ്റീപ്പായിട്ട് കയറ്റം ഞാൻ ഇതുവരെ തള്ളി കയറിയിട്ടില്ല കേട്ടോ. റിയലി
ഓ എൻ്റെ പൊന്നോ, നാറാണത്തെ പ്രാന്തം ഉരുട്ടി കെട്ടിയിട്ട് താഴോട്ടാണ് വിട്ടത്. ഇത് താഴോട്ട് ഉരുട്ടിയിട്ട് മേളിലോട്ട് കയറ്റുകയാണ്. ഇത് തൊടുപുഴ പ്രാന്തന്മാർ. എൻ്റെ അമ്മോ, എങ്ങനെയുണ്ട്? ചുരുളിയിൽ നിന്ന് രക്ഷപ്പെട്ടു, ചുരുളിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓയ്, ചുമ്മാ ഇടുക്കിക്ക് പോണ വഴി. അന്നേരം ചുമ്മാ ചുരുളി കണ്ടേക്കാന്ന് വിചാരിച്ചത് താഴെ ഇറങ്ങിപ്പോയി. തള്ളി ഇടപാട് തീർത്തു. അത് തന്നെ. നിങ്ങൾ ഇവിടുത്തേരല്ലേ? ആ, അതെ. ഇതെന്താ സംഭവം? ചെരുപ്പ് തെന്നിപ്പായിരിക്കാൻ വേണ്ടി കറക്റ്റ് പൊസിഷൻ. ആ, ഇങ്ങനെ പൊസിഷനിൽ അവിടെ ഇരുന്നോളും. അതേ ഉള്ളു. പയ്യ ഇവിടെ കാത്തി. ചുരുളി തള്ളി കാലിൻ്റെ മസിലൊക്കെ ടൈറ്റായി പോയിട്ടു. എന്നാലും മയിലാടുംകുറ്റി ജോയിനെ കാണാൻ പറ്റില്ലല്ലോ. കാറിൽ വരുന്നവരൊക്കെ സായിപ്പാന്ന് കരുതിയാ ഭയങ്കരമായിട്ട് നോക്കുന്നു. നോക്കിക്കഴിഞ്ഞ് സൂക്ഷിച്ച് മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കാ കരിഞ്ഞ രണ്ട് സായിപ്പന്മാര്. കരിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നാ കളറായിരുന്നു. ഓ, വീണ്ടും വനസംഗീതം. എലിഫന്റ് ക്രോസിംഗ്.
അവിടെ ബിനോയ് കുട്ടാ സാരല്ല കേട്ടോ. ഇച്ചിരി 4-5 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പം ചെല്ലും. സാറേ അങ്ങനെ നമ്മൾ ജില്ലാ തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ പൈനാവെത്തി. ചായ കുടിക്കണം, വെള്ളം റീഫിൽ ചെയ്യണം. ആടുകളൊക്കെ എന്തൊരു ഹാപ്പി. Yeah. ഇത് താഴെ ഇറങ്ങി. ഹിൽ വ്യൂ പാർക്കും കൂടെ കണ്ടിട്ടു അല്ലേ സാറേ? ഹിൽ വ്യൂ പാർക്കും കൂടെ കാണാം. അതെ അതെ അതെ. വെയിലൊക്കെ മാറി നല്ല സുഖമല്ലേ? അടിപൊളി. ശരിക്കും നമ്മൾ ഈ 10-60 കിലോമീറ്റർ ക്ലൈംബ് ചെയ്തെന്നുള്ളൊരു വലിയ ഫീൽ ഇല്ല കേട്ടോ. ആ ചുരുളിയാണ് നമ്മളെ തോപ്പിച്ച് കളഞ്ഞത്. ചുരുളി തോപ്പിച്ചു കേട്ടോ. എൻ്റെ അമ്മു ആരാ എന്നെ സ്റ്റീപ്പ് കയറ്റാ തള്ളി. ചാടാ ചാടാ.
പൊറോട്ട നീട്ടി വെച്ചേക്കണെന്ന് മനസ്സിലായില്ല. എക്സ്ചേഞ്ച് പിടിച്ചാലോ? നമുക്ക് നോക്കാം. ചുരുളി വഴി ഇടുക്കി. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് വരുമ്പോഴത്തേക്കൊരു 65, ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും 70 കിലോമീറ്റർ. ദേവ് സാറിന് 80 കിലോമീറ്റർ. തകർത്തട്ടാ കാര്യത്തിലേ ഉള്ളെങ്കിലും കയറ്റാണ് രസം. പക്ഷെ ഒട്ടും മടുപ്പില്ലായിരുന്നു. രസമായിരുന്നു കേട്ടോ. കൊള്ളാം. ഹിൽവി പാർക്കിന് വളരെ കളർഫുള്ളായിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം നാളെ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ. ഇന്ന് ഞങ്ങളിവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. നാളെ രാവിലെ ഒരു ഫാസ്റ്റ് വീഡിയോയും കൂടെ അടുത്തൊരു എപ്പിസോഡായിട്ട് അങ്ങോട്ട് വിടാം അല്ലേ? തിരിച്ചതോട് വിടാം. ഇന്ന് അപ്പം ഞങ്ങളിവിടെ നിന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി കിടക്കട്ടെ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ അടുത്ത തവണ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.